എല്ലാവർക്കും ഒരിക്കൽ കൂടി ലൈഫ് ട്രാക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഫൈസൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പലരും എന്നോടിപ്പോൾ കുറച്ച് കാലങ്ങളായി ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് കുറേയധികം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ഈ കാണുന്ന കമൻറ്റ് തന്നെയാണ്. ഒരു സഹോദരി ചോദിച്ചിരിക്കുകയാണ്, എന്താണ് കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ടെന്ന്. ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. ഒരു 2 മാസത്തിനോളമായി എന്ന് തോന്നുന്നു ഡെയിലി നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. 3-4 ദിവസമായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വർക്കിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. ഫ്രീ ടൈമിൽ മാക്സിമം ഞാൻ വീഡിയോസിനായി വിനിയോഗിക്കാൻ ശ്രമിക്കാം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പലർക്കും റിപ്ലൈസും നൽകിയിട്ടില്ല. എന്തായാലും ഈ വീഡിയോയിൽ മാക്സിമം റിപ്ലൈ നൽകുവാനും പിന്നെ ഡോക്യുമെൻറ്റ്സിൻ്റെ കുറേ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കമൻറ്റ് വന്നത് കഴിഞ്ഞ തവണ നമ്മളൊരു അപ്ഡേഷനെ പറ്റിയും പിന്നെ ഡോക്യുമെൻറ്റിനെ പറ്റിയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റാണിത്. അതിൻ്റെ അടിയിൽ കൂടുതലായി ഡോക്യുമെൻറ്റ്സിനെ പറ്റിയുള്ള ഡൗട്ട്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് നോക്കാം. ഇതിലൊരു സുഹൃത്ത് ചോദിച്ചിരിക്കുകയാണ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടാകുമോ എന്ന്. തീർച്ചയായും ആവശ്യമുണ്ടാകും. കഴിഞ്ഞ തവണയൊക്കെ എല്ലാവരും ഇത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അറ്റസ്റ്റ് ചെയ്ത കോപ്പി അടക്കം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തവണത്തെ കാര്യം നമുക്കറിയണമെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കണ്ടേ മതിയാവൂ. അപ്പോൾ പലരും ഈ ഒരു സമയത്ത് തന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി എന്നോട് ചോദിച്ചൊക്കെ ഉണ്ടായിരുന്നു. ചിലവരിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാത്തിനും 6 മാസം മാത്രമാണ് വാലൻഡിറ്റി ഉള്ളത്. 6 മാസത്തിൻ്റെ ഉള്ളിൽ റാലി നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഡോക്യുമെൻ്റ് തയ്യാറാക്കേണ്ടതായിട്ട് വരും. മറ്റൊരു സുഹൃത്ത് ചോദിച്ചിരിക്കുകയാണ്, ഇതൊക്കെ നമ്മൾ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത് കൊണ്ടുപോകണോ എന്ന്. തീർച്ചയായും നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും പിന്നെ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും ഒക്കെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അന്ന് തന്നെ നോക്കണമെന്നില്ല. ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്ന ദിവസം തന്നെ നോക്കണമെന്ന് ഉറപ്പില്ല. ചില സമയത്ത് നോക്കുവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമായി തീരും. ഈ ഒരു കമൻറ്റിൻ്റെ തൊട്ട് മുകളിൽ തന്നെ മറ്റൊരു സഹോദരിയും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വെരി യൂസ്ഫുൾ വീഡിയോ, താങ്ക്സ് എന്ന്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞു പോയ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അഫിഡവിറ്റിൻ്റെ വീഡിയോ സ്പെഷ്യലായി വേണ്ടിക്കലൊന്ന് കമൻറ്റ് ചെയ്തിടുക എന്ന്. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ എന്ന് ഉദ്ദേശിച്ചത് റാലി അടുക്കാനാവുമ്പോൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ടൈമിൽ എന്തായാലും നിങ്ങൾക്ക് അതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് പലർക്കും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരാൾ ഇതിന് കമൻറ്റ് ചെയ്തപ്പോൾ അതിന് 7 ലൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നെൻ്റെതാണ്. അപ്പോൾ 7 ലൈക്ക് ഇട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അഥവാ ലാസ്റ്റ് ടൈമിൽ റാലി അടുക്കുന്ന സമയത്ത് ചെയ്തു തരുന്നതായിരിക്കും. എങ്കിലും ഈ ഒരു സമയത്ത് പലരും അത് എടുക്കുന്നുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ നാട്ടിലുള്ള നോട്ടറി വക്കീലിനെ സമീപിച്ചാൽ മതിയാവും. അതൊരു മുദ്ര പേപ്പറിൽ എഴുതി തയ്യാറാക്കുന്നതാണ് ഈ ഒരു അഫിഡവിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ സ്റ്റാമ്പെല്ലാം ഒട്ടിക്കുന്നതാണ് അഫിഡവിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു നോട്ടറി വക്കീലിനെ സമീപിച്ചാൽ അത് എളുപ്പമായി ചെയ്യാവുന്നതാണ്. മറ്റൊരു സഹോദരൻ ചോദിച്ചിരിക്കുകയാണ്, സ്കൂളിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നിൽ കൂടുതൽ തവണ ലഭിക്കുമോ എന്ന്. തീർച്ചയായും ലഭിക്കുന്നതാണ്. നമുക്ക് അവകാശപ്പെട്ട സാധനമാണത്. തീർച്ചയായും നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല ഇതിപ്പോൾ കളഞ്ഞു പോയിട്ട് ലഭിക്കുന്ന കാര്യമാണെങ്കിൽ അതും ലഭിക്കുന്നതാണ്. തീർച്ചയായും നല്ലോണം സൂക്ഷിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ വർഷത്തെ ഓരോരോ റാലിക്ക് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ഇത് വാങ്ങാനും പറ്റുന്നതാണ്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ കണ്ട് തീർച്ചയായും പേടിക്കും. ഒരു സഹോദരി ചോദിച്ചൊരു കാര്യമാണ്, ഇത്രയും സർട്ടിഫിക്കറ്റ് എങ്ങനെ തയ്യാറാക്കുക എന്ന്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിതിനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് നിസ്സാരമായി സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് കിട്ടും. ഈ ഒരു ആവശ്യമായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും സഹകരിക്കുകയും ചെയ്യും. നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ലഭിക്കുകയും ചെയ്യും. തീർച്ചയായും പലർക്കും ഇതിൻ്റെ മേലിൽ ഇപ്പോൾ പേടി കയറിയിട്ടുണ്ടാവും. ഡൊമിസൈല്, നെഗറ്റിവിറ്റി, അഫിഡവിറ്റ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ സംഘടിപ്പിക്കുമെന്നൊരു പേടിയൊക്കെ പലർക്കും ഉണ്ടാവും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ നിസ്സാരമായി നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് സർട്ടിഫിക്കറ്റാണ് ഇതൊക്കെ. തീർച്ചയായും നമ്മൾ റാലി എടുക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് കമൻറ്റ് ബോക്സിലുള്ള മെസ്സേജുകളല്ല. എനിക്ക് വാട്സപ്പിലൂടെ കുറേ മെസ്സേജുകൾ വരാറുണ്ട്. അതിനെക്കുറിച്ചാണ്. അപ്പോൾ വാട്സപ്പിൽ കുറേ സുഹൃത്തുക്കൾ ഇപ്പോൾ അടുത്ത് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, എങ്ങനെയാണ് അൺമാരീഡ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കേണ്ടതെന്ന്. അക്ഷയയിലൊക്കെ പോയി നോക്കി, പക്ഷേ എവിടെ നിന്ന് ഇത് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിലാണ് പോയി രജിസ്റ്റർ ചെയ്യേണ്ടത്. പഞ്ചായത്തിൽ നമ്മളെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യണം. ഇനിയിപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം നമ്മൾ അവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. പഞ്ചായത്തിൽ നിന്നാണ് സാധാരണ എല്ലാവരും സർട്ടിഫിക്കറ്റ് വാങ്ങാറുള്ളത്. അൺമാരീഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പഞ്ചായത്തിൽ നിന്നാണ്. അവിടെ നിന്നാണ് നമുക്ക് നോട്ടിഫിക്കേഷനെല്ലാം പറഞ്ഞിട്ടുള്ളത് പഞ്ചായത്തിൽ നിന്ന് വാങ്ങിയാൽ മതിയാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വാങ്ങിയാൽ മതിയാകും. ഈ ഒരു സംശയം ഇപ്പോൾ പലരും ചോദിച്ചത്. പലരും ഇപ്പോൾ തന്നെ ഇതൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ 6 മാസം വരെ മാത്രമാണ് ഇതിൻ്റെ വാലിഡിറ്റി ഉള്ളത്. ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് മുമ്പ് റാലി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊന്ന് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റാണ് പോലീസ് PCC അഥവാ പോലീസ് ക്ലിയറൻസ്.
ഇത് വളരെ നിസ്സാരമായി നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ഏത് സ്റ്റേഷൻ അതിർത്തിയിൽ പെട്ടവരാണോ ആ സ്റ്റേഷനിൽ പോയി നമ്മൾ അപേക്ഷ വെച്ചാൽ നമുക്ക് 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ലഭിക്കുന്നതാണ്. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ID പ്രൂഫ് വെച്ചിട്ട് ഒരു അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അവിടെയുള്ള SIക്ക് ഒരു അപേക്ഷ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഒരു കഫേയിലോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലോ പോയി നിങ്ങൾ പോലീസ് PCCക്ക് വെക്കുന്ന അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്ത് അതിൽ പൂരിപ്പിച്ച് കൊടുക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വരും ഭാഗത്ത് അഥവാ ഇതിനൊക്കെ ഡീറ്റെയിൽ ആയി ചെയ്യുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഡൊമിസൈൽ, കാസ്റ്റ് ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ വരും ഭാഗത്ത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ആർമി റിക്രൂട്ട്മെൻറ്റ് അടുക്കുന്ന സമയത്ത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ പലരും മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇല്ലാത്തതെന്ന്. വർക്കിൻ്റെ തിരക്കുള്ളത് കൊണ്ടായിരുന്നു വീഡിയോസൊക്കെ കുറഞ്ഞു പോയത്. തീർച്ചയായിട്ടും വരും സമയങ്ങളിൽ ഫ്രീ ആയി കിട്ടുന്ന സമയങ്ങളിലൊക്കെ വീഡിയോസിനായി മാറ്റിവെക്കാൻ ശ്രമിക്കാം. പിന്നെ പ്രത്യേകം എല്ലാവരോടും പറയേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും ഇപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. ചിലവർ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് അവരുടെ നമ്പർ അവിടെ കൊടുക്കാറുണ്ട്. അപ്പം ഫ്രണ്ട്സ്, അങ്ങനെ ചെയ്യാതിരിക്കുക. ബോയ്സും ഗേൾസും ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക. നമ്മുടെ പഴയ വീഡിയോസിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്. പുതിയ വീഡിയോസിൽ എന്താണ് ഞാൻ കൊടുക്കാത്തതെന്ന് ഞാൻ ലൈവിൽ വന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം. ബോയ്സിൻ്റെ ഗ്രൂപ്പിൽ ബോയ്സ് മാത്രവും ഗേൾസിൻ്റെ ഗ്രൂപ്പിൽ ഗേൾസ് മാത്രവും ജോയിൻ ചെയ്യുക. ഇതിന് പുറമെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിനും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുവാൻ ശ്രമിക്കുക. അതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുക. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു കാരണം വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ നമ്പർ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാതിരിക്കുക. നിങ്ങളുടെ ഒരു സേഫ്റ്റിക്കും കൂടി വേണ്ടിയാണ് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് ഇനി ലിങ്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, കമൻറ്റ് ചെയ്തിട്ടാൽ മതി എനിക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടിയില്ല എന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തിടുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയറും ചെയ്യുക.